അതാണ് നമ്മുടെ കൽപ്പനകളുടെ പ്രത്യേകത. ഈ കൽപ്പനകൾ എന്തെന്ന് മനസ്സിലാക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഈശ്വര സങ്കല്പങ്ങളിൽ മുഴുവൻ. നമസ്കാരം, ഞാൻ ഡോക്ടർ സുരേന്ദ്രൻ നായർ, സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു. പ്രൊഫസർ വി മധുസൂദനൻ നായർ എന്ന മധുസാറിൻ്റെ സഹപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ 2 പുസ്തകങ്ങളായി ഈയിടയ്ക്ക് ഞാൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒന്ന് മധു കാവ്യം, മറ്റൊന്ന് പിതാക്ക ജന്മഗൃഹ്, അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യപുസ്തകമാണ് പിതാക്ക ജന്മഗൃഹ് എന്ന പേരിൽ ഹിന്ദിയിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. മധുകാവ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റ് 13 കവിതകളുടെ ഒരു സമാഹാരമാണ്. മധു എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ പ്രതീകവും മധുകാവ്യം സ്നേഹത്തിൻ്റെ കാവ്യവുമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ പേര് ഞാനതിന് നൽകിയിരിക്കുന്നത്. ഈ 2 കവിതകളെ പറ്റി മധുസാറുമായിട്ട് സംസാരിക്കാനാണ് ഇന്നിവിടെ ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത്. അതിൽ മധുകാവ്യം എന്ന് പറയുന്നത് 13 കവിതകളുടെ സമാഹാരമാണ്. അതിൽ ആദ്യത്തെ കവിത ഏതന്മേ സംശയം കൃഷ്ണ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, കൃഷ്ണ, എൻ്റെ ചെറുബുദ്ധിയിൽ തോന്നുന്ന സംശയങ്ങളാണ്, മറുപടി നൽകണം എന്നുള്ള ഒരു അപേക്ഷാ സ്വരത്തിലാണത് പറയുന്നത്. ഏത് വിഷാദത്തിൻ്റെ കാർമേഘങ്ങൾ പടരുമ്പോഴും നടുക്ക് പീലി വിടർത്തി നിൽക്കുന്ന കൃഷ്ണനെയാണല്ലോ സാറ് അവതരിപ്പിച്ചിരിക്കുന്നത് ഏതന്മേ സംശയം കൃഷ്ണയിൽ. അപ്പോൾ ആ കൃഷ്ണൻ്റെ ആ വ്യക്തിപ്രഭാവത്തിലാണ് സാറ് കൂടുതൽ ആകൃഷ്ടനായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണനല്ല, ശ്രേഷ്ഠമാനവനായ എന്ത് പ്രതിസന്ധിയെയും ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കുന്ന, ജനിച്ച നിമിഷം തൊട്ട് മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷം വരെ ചിരിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും, ഒരാൾക്കും അതിജീവിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളെ ജീവിച്ച് കാണിച്ചു തന്ന മഹാവ്യക്തിത്വമുള്ള മനുഷ്യൻ്റെ പ്രതീകമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ട് കൃഷ്ണനെ അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതെ. ആ കവിത എന്നെ ഏറെ സ്വാധീനിച്ചു. ഈ കവിത അർജുനനായ ഞാൻ കൃഷ്ണനോട് ചോദിക്കുന്ന മട്ടിലാണ്. അർജുനനായ ഞാൻ കൃഷ്ണനോട് ചോദിക്കുന്നു. കാരണമുണ്ട്. ഭഗവത്ഗീതയിൽ ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവത് ദൃഢം എന്ന് അർജുനൻ്റെ ഒരു നിസ്സഹായാവസ്ഥ അർജുനൻ തന്നെ പ്രകാശിപ്പിക്കുന്നു കൃഷ്ണൻ്റെ അടുത്ത്. എൻ്റെ മനസ്സ് ചഞ്ചലമാണ്, കൊടുങ്കാറ്റടിച്ചതുപോലെ എൻ്റെ മനസ്സ് വിറയ്ക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്, ഒരു നിവൃത്തിയില്ല എന്ന് പറയുന്ന അവസ്ഥ പുതിയ കാലത്ത്, ഈ കാലത്ത് ജീവിക്കുന്ന എനിക്കുണ്ട്. ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുന്ന എനിക്കും മനസ്സ് ചഞ്ചലമാവാതെ, മനസ്സ് വിഭ്രമം അല്ലെങ്കിൽ ഭയം ഉള്ളതാകാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റുന്നില്ല. മനസ്സിനെ എങ്ങനെ ഉറപ്പിക്കാം എന്ന് കൃഷ്ണനോട് ചോദിക്കുന്നു. മനസ്സ് എങ്ങനെ വ്യഥകൾക്കും സംഘർഷങ്ങൾക്കും അതീതമായി പ്രശാന്തിയിലേക്ക് പോകും, ആ ഒരവസ്ഥയാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ കൂടെ അർജുനനെ ബോധിപ്പിക്കുന്നത്. ഏത് വിധത്തിൽ ആത്മബോധമുണ്ടാവും, ആ ആത്മബോധം ഉണ്ടായാൽ ആത്മബലമുണ്ടാവും. ആത്മബലം ഉണ്ടാകുന്ന യുവാക്കളെയും യുവതികളെയുമാണ് നമ്മളിനി അടുത്ത തലമുറയ്ക്ക് വേണ്ടി സൃഷ്ടിക്കേണ്ടത്. വെറുതെ കലുഷിതമാകുന്ന മനസ്സുകളല്ല. ആ വിധത്തിൽ ആത്മബലമുണ്ടാകാൻ എന്താണ് വഴിയെന്ന് കൃഷ്ണനോട് ഞാൻ ചോദിക്കുന്ന മട്ടിൽ ചോദിച്ചത്, ഭഗവത്ഗീത എന്ന ഒരൊറ്റ ഉപദേശം കൊണ്ട് അർജുനനിൽ ഉണ്ടായിരുന്ന സർവ്വകാലുഷ്യവും സർവ്വകുഴക്കവും ബലഹീനതയും ബോധക്ഷയവും മാറ്റാൻ കൃഷ്ണന് സാധിച്ചു എന്ന് ഭഗവത്ഗീതയിൽ കൂടെ മനസ്സിലാക്കിയിട്ടാണ്. ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ ഒരു മനഃശാസ്ത്ര ചികിത്സാഗ്രന്ഥമാണ് ശരിക്കും ഭഗവത്ഗീത. നേരെ മനസ്സിലാക്കാത്തത് കൊണ്ട് അതിനെ പലരും ആക്ഷേപിക്കും. അവിടെ വ്യക്തിയോ മതമോ ജാതിയോ ഒന്നുമില്ല, മറിച്ച് ഏറ്റവും വലിയ മാനസികമായ ചികിത്സ നടത്തുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ ഒരു ഗ്രന്ഥം എത്രയോ ഈ കൗൺസിലേഴ്സിനെക്കാളും എത്രയോ ഉപദേശങ്ങളെക്കാളും എത്രയോ മരുന്നുകളെക്കാളും ഫലപ്പെടും എന്ന് എനിക്ക് തോന്നി. ആ വിധത്തിൽ കൃഷ്ണൻ്റെ ഉപദേശം യോഗശക്തിയായിട്ട് കിട്ടണം. എന്തുകൊണ്ട് കൃഷ്ണൻ എന്നൊരു പ്രശ്നമാണ്. എന്തുകൊണ്ട് കൃഷ്ണൻ? കൃഷ്ണൻ്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചു. കൃഷ്ണൻ്റെ ജീവിതം മുഴുവൻ പരിശോധിക്കുമ്പോൾ ഗർഭത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട കുട്ടിയാണ് കൃഷ്ണൻ.
ജനിച്ചപ്പോൾ മുതൽ ബാല്യം മുഴുവനും പീഡനങ്ങൾ പലതും സഹിച്ചു, ഒരുപാട് ആക്രമണങ്ങൾ സഹിച്ചു, ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടു. പക്ഷേ ഒരിക്കൽ പോലും കൃഷ്ണൻ കരഞ്ഞില്ല. കണ്ണ് നിറയാത്ത കണ്ണൻ എന്ന് ഞാൻ വിചാരിച്ചു. അവനവന് വേണ്ടി കണ്ണ് നിറയുന്നവരാണ് നമ്മളെല്ലാം. പക്ഷേ അന്യന് വേണ്ടി പോലും വെറും ഈ അശരണമായ ഒരു കരച്ചിലേക്ക് പോകാത്ത ഒരു അപാരമായ ബലമുള്ള വ്യക്തിത്വമാണ് കൃഷ്ണൻ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികാസം ആത്മീയവും ഭൗതികവും ദൈവികവുമായ അറിവിലൂടെയും പരിശീലനത്തിലൂടെയുള്ള മനുഷ്യ മനസ്സിൻ്റെ വികാസം ആ വിധത്തിൽ ബലത്തിലേക്ക് എത്തണം, അക്ഷോഭ്യതയിലേക്ക് എത്തണം. ആ അക്ഷോഭ്യതയിലേക്ക് ഒരു യുവസമൂഹത്തെ, പുതിയ തലമുറകളെ നയിക്കാൻ ഉതകണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഏതന്മേ സംശയം കൃഷ്ണ എന്ന കവിത എഴുതിയത്. 18 ശ്ലോകങ്ങൾ രണ്ടും ഇന്ന് സാധാരണ ആളുകൾ എഴുതാത്ത, അധികം പേര് എഴുതാത്ത ശിഖരിണി എന്ന വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ കൃഷ്ണജീവിതം സംഗ്രഹിച്ചു, കൃഷ്ണദർശനം സംഗ്രഹിച്ചു. ഈ സമകാലത്ത് നടക്കുന്ന എല്ലാ വിധത്തിലുമുള്ള സംഘർഷവും കലാപവും നിറഞ്ഞ അശാന്തമായ ജീവിതത്തിനെയും അതിൻ്റെ പരിണതിയെയും കൂടെ സംഗ്രഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ കവിത എഴുതിയത്. സാറ് ഇപ്പോൾ ഭക്തിയുടെ വികാസങ്ങളെ പറ്റി പറയും. അതായത് ഒരു രീതിയിൽ നിന്ന് ഭക്തി ഡെവലപ്പ് ചെയ്തു വരും, വികസിച്ചു വരും. അപ്പോൾ അത് സാറിൻ്റെ കൃഷ്ണ കവിതകളിൽ അങ്ങനെയൊന്നില്ലേ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതായത് ആദ്യ കവിതയിൽ മനുഷ്യൻ പ്രൗഢനായ, ശക്തനായ, പതറാത്ത മനുഷ്യനായ കൃഷ്ണനെ അവതരിപ്പിക്കുന്നു. ആദ്യ കവിതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതന്മേ സംശയം കൃഷ്ണ. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് കൃഷ്ണഗീതങ്ങളിലൂടെ ഉണ്ടല്ലോ പ്രസിദ്ധമായിട്ട്. ഒന്ന് ഹരിചന്ദനം, പിന്നൊന്ന് വരുന്നത് കൈവല്യ നവനീതം. ഈ കൈവല്യ നവനീതത്തിലും ശക്തനായ, സമൂഹത്തിലെ ദുഷ്ടത ഇല്ലാതാക്കുന്ന കരുത്തനായ മനുഷ്യോത്തമൻ ഒരു ദേവൻ്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിൽ കൃഷ്ണനെ അവിടെ കാണിച്ചിട്ടുണ്ടായെന്ന് എനിക്ക് തോന്നി. മൂന്നാമത് വരുമ്പോഴത്തേക്ക് ഈ അതായത് ഹരിചന്ദനത്തിൻ്റെ ഗന്ധം വരുമ്പോൾ ഭക്തി, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഭക്തിയോടെ കൃഷ്ണനെ കാണുന്ന നിലയിലേക്ക് സാറിൻ്റെ ഭക്തി മാറിയിട്ടില്ലേ എന്ന്. വേറെ നേരെ ചോദിച്ചാൽ, ആദ്യമൊക്കെ അത്ര ക്ഷേത്രവിശ്വാസിയല്ലാത്ത സാറ് അവസാനം കുറഞ്ഞപക്ഷം കൃഷ്ണ ഭക്തിയിലേക്ക്, ക്ഷേത്രഭക്തിയിലേക്ക് വന്നിട്ടുണ്ടോ? ഇത് ഈ ഭാഗികമായ കാഴ്ച എന്ന് പറയാം. ഭാഗികമായ കാഴ്ച എന്ന് പറയുന്നത് കാര്യമുണ്ട്. കൈവല്യ നവനീതം ഞാൻ പിന്നെയാണ് എഴുതിയത്. ഏതന്മേ സംശയ കൃഷ്ണ എഴുതിയതും പിന്നീടാണ്. ആദ്യം എഴുതിയ കവിതകളിലൊന്നാണ് ഹരിചന്ദനം. ഹരിചന്ദനത്തിൽ അധ്യാത്മവും ദാർശനികവുമായ എൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ കാവ്യാത്മകമായിട്ട് ഒതുക്കിയിരിക്കുക. ഞാൻ പിറന്നതു മുതൽ അവസാനിക്കും വരെ പ്രപഞ്ചത്തിൻ്റെ പരമശക്തി എന്നിൽ കൂടെ തന്നെ പ്രവർത്തിക്കുന്നു. അതാണ് കാഴ്ച. നമ്മൾ ഭക്തി എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് ഒതുക്കാം. ഭക്തി എന്ന് പറഞ്ഞ് ഒതുക്കുകയും സാധാരണ ഭക്തന്മാരുടെ ലീലകൾ മാത്രമാണ് ഇത് എന്ന് അതിനെ നിസ്സാരീകരിക്കുകയും അല്ലെങ്കിൽ മാറ്റുകയും ചെയ്യാം. പക്ഷേ അതല്ല, ജനനാന്ത്യത്തോളം, ജന്മത്തിൻ്റെ അന്ത്യം വരെ മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ അഭേദ്യമായ ഘടകമാണ്. അവനിൽ കൂടെ പ്രപഞ്ചാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. വഴിയിൽ കൊഴിഞ്ഞൊരി പവിഴമല്ലിപ്പൂവ് പതിയെ ഞാൻ നോവാതെടുക്കേ. ഈ പവിഴമല്ലിപ്പൂവ് എന്ന് പറയുന്നത് എൻ്റെ ഉടലാണ്. ഈ ഉടലിനെ എടുക്കുമ്പോൾ അതിൽ നിന്ന് പരക്കുന്ന ഗന്ധമായിട്ട് പരമശക്തി, പരമാത്മാവ് എന്നെ വന്ന് തൊടുന്നുണ്ട്, എന്നിൽ തന്നെ ഉണ്ട്.
പിന്നെ എൻ്റെ മുമ്പോട്ടുള്ള എല്ലാ നടത്തയിലും ഞാനല്ല വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത്, പ്രപഞ്ചശക്തിയാണ്. പ്രപഞ്ചശക്തിയാണ് പരമാത്മാവ് എന്ന് കാണുന്നത്. ആ പരമാത്മാവാണ് കൃഷ്ണൻ എന്ന പ്രതീകം. അതാണ് ആ കവിതയിൽ ധ്വനിപ്പിക്കുന്നത്. ഇത് നമ്മൾ എല്ലാ വികാരങ്ങളും, എല്ലാ കർമ്മങ്ങളും, എല്ലാ മൊഴികളും നമ്മളെക്കൊണ്ട് ചെയ്യിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ പരമശക്തി തന്നെയാണ്. എൻ്റെ ശബ്ദം തന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല. എൻ്റെ ശബ്ദം എൻ്റെ ജന്മത്തിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന തരത്തിലാണ് പുറത്തു വരുന്നത്. അല്ല, എൻ്റെ താളം പിഴച്ചപ്പോൾ നീ താളമായി വന്നു. അതെ, എൻ്റെ ശ്രുതി. അതെ, ആ താളവും പ്രപഞ്ചത്തിൻ്റെ താളമാണ്. അങ്ങനെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. എൻ്റെ താളം എന്ന് പറയുന്നത് പ്രപഞ്ചം എനിക്ക് തരുന്ന താളമാണ്. എവിടെയോ എനിക്ക് പിഴയ്ക്കാം. ആ പിഴയ്ക്കുമ്പോഴും അത് തിരുത്തുക എന്ന് പറഞ്ഞ പ്രപഞ്ചമാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഉറങ്ങാനും ഞാൻ ഉണരാനും പ്രകൃതിശക്തി അല്ലെങ്കിൽ പരമശക്തി എനിക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ജനിച്ചപ്പോൾ വെളുപ്പിനൊരു 3:30 കഴിയുമ്പോൾ ഉണരുമായിരുന്നു. പിന്നെ 6-7 മണി 8 മണിയെങ്കിലും ആകുമ്പോൾ ഉറങ്ങുമായിരുന്നു. പിന്നെ ഫേസ്ബുക്കുമൊക്കെ നോക്കിയിരുന്ന് ഞാൻ 3 മണിക്ക് വെളുപ്പിനെ 3 മണിക്ക് പോലും ഉറങ്ങാത്തവനായി. എൻ്റെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബയോളജിക്കൽ ക്ലോക്ക് ഞാൻ തെറ്റിച്ചു. അതിനെയും വന്ന് തിരുത്തി തരുന്നത്, താളം ക്രമപ്പെടുത്തി തരുന്നത് നമ്മുടെ ജൈവശക്തിക്കകത്തിരിക്കുന്ന പ്രപഞ്ചശക്തിയാണ്. ആ ബോധം എനിക്കുണ്ടാക്കി തരുന്നു. നിൻ്റെ താളം തെറ്റുന്നു, സൂക്ഷിക്കണം എന്ന്. അപ്പോൾ പ്രപഞ്ചം തരുന്ന, ഞാൻ ഈ പറഞ്ഞത് അടിസ്ഥാനമില്ലാതല്ല. ഋതം ച സത്യം ച അഭിത്ത തപസ അജായത എന്ന് വേദത്തിലൊരു മന്ത്രമുണ്ട്, ഋഗ്വേദത്തിൽ. ഋതവും സത്യവും പ്രപഞ്ചനാഥൻ്റെ, പ്രപഞ്ചപുരുഷൻ്റെ തപസ്സിൽ നിന്ന് ഉണ്ടായതാണ്. ആ ഋതം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ക്രമതാളമാണ്, അല്ലെങ്കിൽ വാസ്തവത്തിലുള്ള ആദ്യത്തെ ക്രമതാളമാണ്. ആ ക്രമതാളം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മിലും പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ കർമ്മവൈകല്യങ്ങളും കൊണ്ട് നമ്മൾ ആ ക്രമതാളങ്ങൾക്ക് ഭംഗം ഉണ്ടാക്കും. അതിനെ ക്രമപ്പെടുത്തി തന്നതും ഈ പരമശക്തി തന്നെയാണ് എന്നറിവാണ്. അത് സാധാരണ പറയുന്ന ഭക്തിയല്ല, പരമമായ ഭക്തിയാണ്, സത്യമാണ്. അതേ പരമമായ ഭക്തി കൈവല്യ നവനീതത്തിലുമുണ്ട്. അതാണ് കൈവല്യ നവനീതം എന്ന് തന്നെ അതിന് പേര് കൊടുത്തത്. അതേ ഭക്തി തന്നെ ഇല്ലെങ്കിൽ, തീർച്ചയായിട്ടും ഏതന്മേ സംശയം കൃഷ്ണ എന്ന കവിത ഏറ്റവും ഒടുവിൽ എഴുതിയാണ്. അത് എഴുതാൻ എനിക്ക് ശക്തി കിട്ടൂലായിരുന്നു. കാരണം ഇത് മുഴുവൻ കടഞ്ഞ് നോക്കിയിട്ടാണ് അത് എഴുതിയത്. പലരും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. അവരവർക്ക് കയ്യിലിരിക്കുന്ന അളവ് പോലും കൊണ്ടാണല്ലോ അളക്കാൻ പറ്റുന്നത്. പലരും പല രീതിയിൽ അതിനെ അളക്കും. ഹിന്ദിക്കാര് കബീറൊക്കെ പറഞ്ഞത് എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരല്ലേ. അപ്പം കബീർ ഈശ്വരന് ഹരി എന്ന പേര് കൊടുക്കണേ. ഹരി, രൂപമില്ലാത്ത ഈശ്വരനെ ആരാധിക്കുന്ന ആളായിരുന്നു കബീർ. ഒരു രൂപമില്ല, പക്ഷെ ഹരി എന്ന് ആണ് അദ്ദേഹം ഈശ്വരനെ സംബോധന ചെയ്യുക. അപ്പോൾ അവസാനം ഈ കബീറിൻ്റെ പടമൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ഒരു മയിൽപ്പീലിയൊക്കെ തലയിൽ വരച്ച് കൃഷ്ണഭക്തനാക്കി അവതരിപ്പിച്ചു. അപ്പം അങ്ങനെ അവ്യക്തത വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരിട്ട് സാറിനോട് തന്നെ ചോദിക്കുന്നത്, ഇത് കൃഷ്ണൻ തന്നെയാണോ അതോ ഈശ്വര സ്വരൂപം പൊതുവിലുള്ളതാണ്? നമ്മൾ കൃഷ്ണനായാലും രാമനായാലും ശിവനായാലും പാർവതിയായാലും എല്ലാം ഭാരതീയ ദേവതാ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തുള്ള ഈശ്വര സങ്കല്പത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഈശ്വരൻ എന്ന് പറയുന്ന എങ്ങും വ്യാപിക്കുന്ന ശക്തിയെ പലതായി പല കാവ്യാത്മക രൂപത്തിൽ കാണും. അങ്ങനെ കണ്ട കാവ്യാത്മക രൂപങ്ങളിലൊന്നാണ് വിഷ്ണു. യോഗനിദ്ര അവലംബിക്കുന്നവനും
ഉണരുന്നവനും രണ്ടുമാണ് വിഷ്ണു. വിഷ്ണുവിനെന്തിനാണ് സർപ്പം? സർപ്പത്തിലുള്ള ശയനം. എല്ലാമുള്ള വിഷ്ണു എന്ന് പറയുമ്പോൾ ഒരു അനന്തൻ എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ പുറത്ത് ആണ് ശയിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ സർപ്പം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഈ ലോകത്ത് കാണുന്ന സർപ്പമല്ല, നാഗമല്ല, പാമ്പല്ല. അതിനുമപ്പുറത്ത് വേറൊരു ആശയമാണ്. അത് കാലമാണ്. കാലത്തിൻ്റെ പ്രതീകമാണ്. കാലമാണ്. സർപ്പിളമാണ് കാലം, സർക്കുലാർ. അതുകൊണ്ടാണ് സർപ്പം. അപ്പോൾ കാലമെന്ന് പറയുന്ന ഒരു മഹാശക്തിയുടെ നിയാമകനും നിയന്താവും രണ്ടുമാണ് വിഷ്ണു. അതുകൊണ്ട് കാലപുരുഷൻ എന്ന് പറയുന്നത്. ആ കാലപുരുഷനെ പലതായി കൽപ്പിച്ചതിൽ ഒന്നാണ് വിഷ്ണു. പിന്നെ അതിൽ നിന്ന് വന്ന വേറൊന്നാണ് രാമൻ. അതിൽ നിന്ന് തന്നെ പിന്നീട് മയിൽപ്പീലിയോടെ വന്നതാണ് കൃഷ്ണൻ. നമ്മൾ ഇതിനെ തന്നെ പലതായി കൽപ്പിക്കുന്നു. ആ കൽപ്പനയിൽ കൂടെ നമ്മൾ ജീവിതത്തെ പല രീതിയിൽ കാണുന്നു, ആവിഷ്കരിക്കുന്നു. അതിനകത്തുള്ള പരമസത്യത്തിനെ ദ്യോതിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് പ്രകൃതിയുടെ മഹാശക്തി എന്ന് പറയുന്നതിനെ ഇങ്ങനെ പല രീതിയിൽ കണ്ടാണ് അതിലൊരു നടരാജനെ കണ്ടു. പ്രകൃതി ഇപ്പോഴും നടനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, സദാ നൃത്തമാടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രകൃതി എന്ന് പറയുന്ന ശക്തി. ആ പ്രകൃതി ശക്തിയെ ചലിപ്പിക്കുന്ന ആന്തരമായ ശക്തിയെയാണ് നമ്മൾ ശിവൻ എന്ന് പറയുന്നത്. ആ ശിവനിൽ തന്നെ ഒരു ജടയുണ്ട്, ഒരു ഗംഗയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ ജട എന്ന് പറയുന്നതും ഗംഗ എന്ന് പറയുന്നതും അത് മിൽക്കി വേ ആണ് എന്ന് നമുക്ക് ഇപ്പം പറയാം. ജട മേഘമാണ് എന്ന് പറയാം. അതുപോലെ ദിഗംബരൻ നഗ്നൻ എന്ന് പറയുന്നു. ദിക്ക് ആണ് അദ്ദേഹത്തിൻ്റെ വേഷ്ടി, ദിക്കുകൊണ്ടാണ് ചുറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നർത്ഥം. ഇതെല്ലാം കൂടെ ചേർന്ന ഒന്നിനെയാണ് നമ്മൾ ശിവൻ എന്ന് പറഞ്ഞ് കൽപ്പിച്ചത്. അതാണ് നമ്മുടെ കൽപ്പനകളുടെ പ്രത്യേകത. ഈ കൽപ്പനകൾ എന്തെന്ന് മനസ്സിലാക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഈശ്വര സങ്കല്പങ്ങളിൽ മുഴുവനും കോസ്മോളജിയും സൈക്കോളജിയും ഫിസിയോളജിയും ആണോ, യുക്തിയാണ്. ഏറ്റവും വലിയ യുക്തിയെ കാവ്യമാക്കിയതാണ് നമ്മുടെ ദേവബിംബങ്ങളൊക്കെയും. ഇതുപോലെ വേറൊരിടത്ത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പലയിടത്തും ഉണ്ടായിരിക്കും. ഗ്രീസിൽ അത് പലതും ഉണ്ടായിരുന്നു എന്ന് പറയാം, തീർച്ചയായിട്ടും. മറ്റ് പല നാടോടി കഥകളിലും ഒക്കെ കാണുന്നുണ്ട് പലയിടത്തും. പക്ഷേ നമ്മുടേതായിട്ടുള്ള ഈ സങ്കല്പങ്ങൾ കേവലം മൂഢവിശ്വാസം അല്ല, വളരെ 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 കാവ്യാത്മകമാണ്. ആ കാവ്യാത്മകമായ ഒന്നിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഭൗതികമായ തലത്തിലേക്ക് ദൈവങ്ങളെ പിടിച്ചു നിർത്തും. നമ്മുടെ സ്വഭാവമാണ്. ഞാൻ ഗംഗ എന്നൊരു കവിത എഴുതി. സുരേന്ദ്രൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ ഗംഗ എന്ന് പറയുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഹിമാലയത്തിൽ നിന്നൊഴുകി പശ്ചിമ ബംഗാളിൽ പോയി വീഴുന്ന നദിയാണ് എന്ന് എല്ലാവരും വിചാരിക്കും. പലരും അങ്ങനെയാണ് കരുതുന്നത്. ഞാൻ അത്തരം ഒരു ഗംഗയല്ല അതിൽ വിഭാവന ചെയ്തത്. നമ്മുടെ മനസ്സിൻ്റെ ഉപരിതലത്തിൽ, ബോധത്തിൻ്റെ ഉപരിതലത്തിൽ സംശുദ്ധമായി ഒഴുകുന്ന ഏറ്റവും പുണ്യകരമായ, ലോകത്തിന് ഗുണകരമായ പ്രജ്ഞയുടെ പ്രവാഹത്തിനെയാണ് ഗംഗ എന്ന് ഞാനത് സങ്കല്പിക്കുന്നത്. ആ പ്രജ്ഞ നമ്മൾ തന്നെ നശിപ്പിച്ചതിനെക്കുറിച്ചാണ് അതിൽ എൻ്റെ വിലാപം. അങ്ങനെ ഒരു കവിതയ്ക്കുള്ളിൽ ഒരു കവിതയും പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു കവിതയും കാണും. നമ്മൾ ഗംഗ എഴുതുമ്പോൾ ഉദ്ദേശിച്ചത് നമ്മൾ ഇത്രയധികം ബുദ്ധിപരമായി വികസിച്ചു എന്ന് അഹങ്കരിക്കുകയും അതുകൊണ്ട് തന്നെ മനുഷ്യനെ കൂടുതൽ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് നമ്മുടെ ആണവായുധങ്ങളെല്ലാം. അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന പാരിസ്ഥിതിക വിനാശങ്ങളെല്ലാം. അതിൻ്റെ ഫലമാണ് മനുഷ്യ മനസ്സിനെ ഇത്രയും പീഡിപ്പിക്കുന്ന സ്വഭാവങ്ങളെല്ലാം. ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ശരിയായ ഈ അതീതബോധഗംഗ നഷ്ടപ്പെട്ടു. ആ അതീതബോധഗംഗയെ തിരിച്ചു പിടിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസപരമായ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെ ഉണർവുണ്ടായാൽ മനുഷ്യന് പ്രപഞ്ചവുമായിട്ട് ഒരു ഐക്യം ഉണ്ടാകും.
മറ്റു ജീവികളുമായിട്ടുണ്ടാവും, മറ്റു മനുഷ്യരുമായിട്ടുണ്ടാവും. നമ്മൾ പുരോഗമിക്കുന്നു എന്ന് പറയും തോറും അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവസാന ഹരിപാദ നഖരം എൻ ഹൃദയത്തിലാഴുമോ, ഹരജടാചൂടമാം ബോധം തുരക്കുമോ, ജീവൻ്റെ നിശ്ചല കമണ്ടലു തുളുമ്പുമോ, നീ ഉണർന്നൊഴുകുമോ ഗംഗേ എന്ന് പറയുന്നു. ആ ഒരു തലം എത്താൻ എന്നെ സഹായിച്ചത് നമ്മുടെ ഈ ഭാരതീയമായിട്ടുള്ള ദർശനങ്ങളാണ്. ആ ദർശനങ്ങളാണ് ഇത്തരത്തിൽ ചിന്തിക്കാനും മനുഷ്യൻ്റെ മനസ്സിനെ ലോക മനസ്സായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ച മനസ്സായിട്ട് വികസിപ്പിക്കാനും ഒരവസരമുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത്. അതാണ് കാര്യം.